ഹലോ ആൻഡ് ഹായ് ഗൈസ്. ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ചക്ക അവിയലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, ചക്കച്ചുളയെല്ലാം നന്നായിട്ട് വെള്ളത്തിലിട്ട് അതിനെ രണ്ടും സെപ്പറേറ്റ് ആക്കി, ചക്കയുടെ കുരുവും ചക്കയുടെ ചുളയും രണ്ടും സെപ്പറേറ്റ് ആക്കി അതിൻ്റെ നാരും മറ്റുള്ള എല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി അതിൻ്റെ ഔട്ടർ കോട്ട് എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ചക്കക്കുരുവിനെയും രണ്ടാക്കി ചക്കയുടെ ചുളേനെയും നന്നായി പീസസ് ആക്കി എല്ലാം കൂടി എടുത്ത് ഇപ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചരുവത്തിനകത്ത് ഇട്ടിരിക്കുകയാണ്. പാകത്തിന് വെള്ളവും മഞ്ഞളും ഇട്ട് നമുക്ക് അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. ഈ അരപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും കൂട്ടെന്ന് പറയുന്നത് അവിയൽ വെക്കുന്ന അതേ കൂട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിപ്പോൾ തേങ്ങ, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, ഉള്ളി ഇതെല്ലാം കൂടെ ഇട്ടാണ് നന്നായിട്ട് ക്രഷ് ചെയ്ത്, ഒരുപാട് അരയ്ക്കത്തില്ല, ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ചക്ക അത് വെന്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ചരുവത്തിനകത്ത് ഈ അരപ്പിൻ്റെ കൂട്ടൊന്ന് ഇടാം. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇപ്പം ചരുവത്തിലിട്ട് നന്നായിട്ട് ഇതിനെ യോജിപ്പിച്ച് അതിനടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതിപ്പോൾ അടുപ്പത്തെല്ലാം വെച്ചിട്ടുണ്ട്, നന്നായിട്ട് അടച്ചു വെച്ച് അത് വേകട്ടെ. അപ്പം ഇതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാനില്ല. ഇപ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് ഇത് വെന്ത് വരുന്നുണ്ട്. നമുക്കിനി വേറൊന്നും ചെയ്യാനില്ല. ചക്കക്കുരു ഒന്ന് ഞെക്കി നോക്കണം വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം ഇതിൽ ഞാനിപ്പം കറിവേപ്പിലയും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നമുക്ക് ഞാൻ സെർവിങ് ഡിഷിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ചെയ്യാത്ത ആൾക്കാർ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കണം. വളരെ നല്ലൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഡിഷാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.